ആ ഗ്രന്ഥത്തിൽ എഴുതിയത് വിശുദ്ധ ഖുർആനിന് എതിരായ ഒരു വാക്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നേർക്ക് നേരെ ഗണ്ഡിതമായിക്കൊണ്ട് വിരുദ്ധമായ കാര്യങ്ങളാണ് ആ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല എന്ന വാദം വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നർത്ഥം. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നതിനാണ് ഈ തെളിവുകളൊക്കെ നമ്മൾ ഉദ്ധരിച്ചത്. ഇനി ഇത് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടി നേർച്ച കൊടുത്തിരുന്ന ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. അള്ളാഹുവിന് നേർച്ച നേരാറുണ്ടായിരുന്നവർ. ഖുർആനിന്റെ 6-ാം അധ്യായം അൻആമിലൂടെ അള്ളാഹു ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വജഅലൂ ലില്ലാഹി മിമ്മാ ദർഅ മിനൽ ഹർസി വൽ അൻആമി നസീബൻ വജഅലൂ, അവർ മാറ്റിവെക്കാറുണ്ടായിരുന്നു, അവർ നിശ്ചയിക്കാറുണ്ടായിരുന്നു, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി, മിമ്മാ ദർഅ മിനൽ ഹർസി വൽ അൻആം അവരുടെ കന്നുകാലികളിൽ നിന്നും അവരുടെ കൃഷികളിൽ നിന്നും നസീബൻ ഒരു നിശ്ചിത വിഹിതം, ഒരു നിശ്ചിത ഓഹരി അവർ മാറ്റിവെക്കുമായിരുന്നു. എന്തിനു വേണ്ടി? ഫഖാലു, എന്നിട്ട് അവർ പറയും ഹാദാ ലില്ലാഹി, ഇത് അള്ളാഹുവിനുള്ള ഓഹരിയാണ് എന്ന് അവർ പറയുമായിരുന്നു. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് വേണ്ടി നേർച്ച കൊടുക്കാറുണ്ടാവും. അവരുടെ കന്നുകാലികളിൽ നിന്നും കൃഷികളിൽ നിന്നും ലഭിക്കുന്ന ഒരു നിശ്ചിത വിഹിതം അള്ളാഹുവിന് വേണ്ടിയിട്ട് നേർച്ച കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കും. ഇത് മാത്രമല്ല, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചിരുന്നവർ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. കാന യൗമു ആശൂറാ യൗമുൻ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ ആശൂറ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, കഅബയെ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ ഇതെല്ലാം അവർ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. പല സമയങ്ങളിലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നതിന് വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും ധാരാളം തെളിവുകൾ നമുക്കതിന് കാണാൻ പറ്റും. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കളുമായി ഉണ്ടായ 1-ാമത്തെ യുദ്ധമാണല്ലോ ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, അള്ളാഹുവേ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ, ഈ കൊച്ചു സംഘം നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരു സംഘം ഇനി ലോകത്ത് ബാക്കിയുണ്ടാവില്ല. ആത്മാർത്ഥമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്ന, യുദ്ധത്തിന് വേണ്ടി വരുന്ന അബൂജഹലും മുശ്രിക്കീങ്ങളും, അബൂജഹലും കൂട്ടരും, അവരും കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ആ പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂജഹല് പ്രാർത്ഥിച്ചതായിട്ട് കാണാം. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നു, കാനൽ മുശ്രികൂന ഹീന ഖറജു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്ക, മക്കയിൽ നിന്ന് അവർ പുറപ്പെട്ട സമയത്ത് അഖദൂ ബി അസ്താരിൽ കഅബ, കഅബയുടെ കില്ലകൾ പിടിച്ചുകൊണ്ട് വഖാലു, അവർ പറഞ്ഞു, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അൻസുർ അലൽ ജുൻദൈൻ, അല്ലാഹുവിനോടാണ് അബൂജഹലും കൂട്ടരും പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവേ, ഏറ്റവും ഈ 2 സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതരായ സൈന്യത്തെ നീ വിജയിപ്പിക്കണേ. വഅഹ്ദൽ ഫിയതൈൻ, ഈ 2 സംഘങ്ങളിൽ ഏറ്റവും സന്മാർഗികളായ സംഘത്തെ നീ വിജയിപ്പിക്കണം. വഅക്റമൽ ഹിസ്ബൈൻ, ഈ 2 പാർട്ടികളിൽ ഏറ്റവും ആദരണീയരായവരെ നീ വിജയിപ്പിക്കണം. വഅഫ്ദലിദ് ദീനൈൻ, ഈ 2 ദീനുകളിൽ ഏറ്റവും അഫ്ദലായ മതം ആരുടെ മതമാണോ അവരെ നീ വിജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണ്? അബൂജഹലാണ് പ്രാർത്ഥിക്കുന്നത്. മക്കയിലുള്ള മുശ്രിക്കീങ്ങളാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലുള്ള മുശ്രിക്കീങ്ങളാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, വേറെയും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഇതേ സമയത്ത് തന്നെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ നഅരിഫു മാ ജാഅ ബിഹി മുഹമ്മദുൻ, അള്ളാഹുവേ, മുഹമ്മദ് കൊണ്ടുവന്ന ദീനിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല. ഫഫ്തഹ് ബൈനനാ വബൈനഹു ബിൽ ഹഖി, അതുകൊണ്ട് ആർക്കിടയിലാണോ സത്യമുള്ളത് അവർക്ക് നീ വിജയം കൊടുക്കണേ എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങള്, അബൂജഹല്, മുശ്രിക്കീങ്ങള് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ
മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, അള്ളാഹു സൃഷ്ടാവാണ് എന്ന് അംഗീകരിച്ചിരുന്നവർ, അള്ളാഹുവിന് വേണ്ടി നേർച്ച നേർന്നിരുന്നവർ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നവർ, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചിരുന്നവർ, എന്നിട്ടും വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു അവര് മുശ്രിക്കീങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്നിട്ടും അവരെ കുറിച്ച് മുശ്രിക്കീങ്ങളാണ് എന്ന് പറഞ്ഞത്? ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ തൗഹീദി വിഷയത്തിൽ നമുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുക. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ അംഗീകരിച്ചിരുന്നുവെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരോടും അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു, അതോടൊപ്പം അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ ആളുകളെയും മഹാന്മാരെയും ബിംബങ്ങളെയും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന് അവർ നേർച്ച കൊടുത്തു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും അവർ നേർച്ച നേർന്നു. ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ, ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്കും മുശ്രിക്കീങ്ങൾ കൊടുത്തു. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന അബദ്ധം. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു, അള്ളാഹുവിനെ കൂടാതെ മരിച്ചുപോയ ഇബ്രാഹിം നബിയോട് അവർ പ്രാർത്ഥിച്ചു, ഇസ്മായിൽ നബിയോട് അവർ പ്രാർത്ഥിച്ചു, ലാത്തയോട്, മനാത്തയോട്, ഉസ്സയോട്, ഹുബുലിനോട്, ഇങ്ങനെയുള്ള ബിംബങ്ങളോടൊക്കെ അവർ പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് ശിർക്ക് സംഭവിച്ചത്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഈ ആരാധനാകർമ്മങ്ങൾ അത് അള്ളാഹു അല്ലാത്തവർക്കും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ കൊടുത്തു. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതാണ് ഈ ആരാധനാകർമ്മങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായത്തിലെ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അള്ളാഹുവാണ് സൃഷ്ടാവി എന്ന് അംഗീകരിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നേർച്ച നേരുന്നു, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നു, ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുന്നു. അതോടൊപ്പം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനാകർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കും കൊടുക്കുന്നു. മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, റിഫായി ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അതല്ലാത്ത മറ്റു ബീവിമാരെയും തങ്ങന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ജാറങ്ങളിലേക്ക് പോകുന്നു, ദർഗകളിലേക്ക് പോകുന്നു. ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ, നേർച്ചകൾ അത് അള്ളാഹു അല്ലാത്ത മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക്, മറ്റുള്ള ശ്രേഷ്ഠരായ ആളുകൾക്ക്, പ്രവാചകന്മാർക്ക് ഒരു വിഭാഗം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ശിർക്കാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോ ഇതിന് ചില ന്യായങ്ങൾ പറയാറുണ്ട്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ ഖുർആൻ മുശ്രിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാരണം അവർ മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത്, അവരെ ഇലാഹാക്കിക്കൊണ്ടാണ് അവർ വിളിച്ച് പ്രാർത്ഥിച്ചത്. അവര് ഇലാഹുകളാണ് എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചത്. അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകൾ ഈ മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഇലാഹാക്കിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്കായി തീരുകയുള്ളൂ. ഞങ്ങൾ മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ ഇലാഹുകളാണ് എന്ന വിശ്വാസത്തോടു കൂടിയിട്ടല്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ്. ഈ ഒരു ന്യായത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഈ ശിർക്കിനെ പലരും ന്യായീകരിക്കാറുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഈ മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, അല്ലെങ്കിൽ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അവർ ഇലാഹുകളാണ് എന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നോ? അല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അവർക്കെല്ലാം സ്വയം കഴിവുകളുള്ള ഇലാഹുകളാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടോ അത് വിശ്വസിച്ചുകൊണ്ടോ ആയിരുന്നില്ല മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവരെ ആരാധിച്ചിരുന്നതും